വിശുദ്ധ ചിത്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഐക്കൺ ചിത്രകലയ്ക്ക് കേരള കത്തോലിക്ക സഭയിൽ മികച്ച സ്ഥാനം നേടിക്കൊടുത്ത് അതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ചിത്രകലാകാരനായ മെത്രാനാണ് അഭിവന്യ ഗീവർഗീസ് മാർ അപ്രേം തിരുമേനി. സ്വർഗീയ മഹത്വത്താൽ വെളിപ്പെട്ട ദർശനങ്ങളിലൂടെ ജീവൻ തുടിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെയും യേശുക്രിസ്തുവിന്റെയും ശിഷ്യരുടെയും നിരവധി ഐക്കൺ ചിത്രങ്ങളാണ് സുപ്രസിദ്ധ ദൈവാലയങ്ങൾക്കും സെമിനാറുകൾക്കുമായി മാർ അപ്രേം തിരുമേനി ക്യാൻവാസിൽ പകർത്തിയത്. ലെബനോനിലായിരുന്നു ഐക്കൺ ചിത്രകലാ പഠനം. ഐക്കൺ ചിത്രകലയെ കേരള കത്തോലിക്ക സഭയിൽ ജനകീയമാക്കിയ ഒരു ആത്മീയാചാര്യൻ നമുക്കുണ്ട്. മലങ്കര ജ്ഞാനായ കത്തോലിക്ക സഭ മെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം തിരുമേനിയാണത്. ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിന്റെ വിശേഷങ്ങൾ തിരുമേനിയും ഐക്കൺ ചിത്രകലയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ്. തിരുമേനി ഐക്കൺ ചിത്രകലയെ ഒന്ന് പരിചയപ്പെടുത്താം. ഐക്കൺ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയാണ്. അതിൻ്റെ അർത്ഥം ഛായ എന്നാണ്. നമ്മളിവിടെ പറയുന്നത് ഛായാചിത്രങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ സഭയിൽ ഛായാചിത്രങ്ങൾ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, ഛായ എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ഛായയാണ് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്ന്. അപ്പോൾ ക്രിസ്തുവിലൂടെ പിതാവിനെ നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം കാണുമ്പോൾ ആ ചിത്രത്തിലൂടെ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. ഒരു വിശുദ്ധൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ ആ ചിത്രത്തിലൂടെ ആ വിശുദ്ധനെ നമ്മൾ കാണുന്നു. അപ്പോൾ ചിത്രങ്ങളിലൂടെ നമ്മൾ ഈ വിശുദ്ധ വ്യക്തികളുമായി ബന്ധപ്പെടുന്നു. നമ്മുടെ കർത്താവിൻ്റെ ചിത്രത്തിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ആരാധനയിൽ നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു വിശുദ്ധ ബന്ധത്തിൽ ആകുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാനും ബന്ധപ്പെടുവാനും സഹായിക്കുന്നതാണ് ഐക്കണുകൾ, വിശുദ്ധ ചിത്രങ്ങൾ. അതുപോലെ തന്നെ വിശുദ്ധരോട് നമ്മൾ അവരുടെ ചിത്രങ്ങളിലൂടെ അവരെ നമ്മൾ കാണുമ്പോൾ, അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കുകയാണ്. ആ ബഹുമാനം അവരുടെ വിശുദ്ധി ആരിൽ നിന്നും അവർ സ്വീകരിച്ചുവോ ആ കർത്താവിൽ എത്തുകയും അങ്ങനെ അവരോടുള്ള നമ്മളുടെ ബഹുമാനം കർത്താവിലുള്ള ആരാധനയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് വിശുദ്ധ ചിത്രങ്ങളുടെ ഉപയോഗം സഭയിൽ ആയിരിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം. പലരും ഈ കാര്യത്തെക്കുറിച്ച് സഭയെ വിമർശിക്കുന്നുണ്ട്. അതിന് കാരണം ഈ ഛായാചിത്രങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയും ഒന്നാണ് എന്ന തെറ്റായ ചിന്ത കൊണ്ടാണ്. ഒന്നല്ല, വ്യക്തിയുടെ പ്രതിരൂപമാണ് ഐക്കണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതിരൂപത്തിലൂടെയാണ് നമ്മൾ ആ വ്യക്തിയുമായി ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തിയും പ്രതിരൂപവും ഒന്നല്ല, രണ്ടാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെടുവാനായിട്ടാണ് നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ, വിശുദ്ധ ചിത്രങ്ങളിലൂടെ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ നമ്മൾ കണ്ടു.
പഴയ നിയമത്തിൽ ദൈവത്തെ നമ്മൾ കണ്ടില്ല, കേൾക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളുടെ കർത്താവ് മനുഷ്യനായിട്ട് തീർന്നു, ദൈവം മനുഷ്യനായി. ആ ദൈവം മനുഷ്യനായവനെ, യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടു, അവനെ നമ്മൾ കേട്ടു, അവനെ നമ്മൾ അനുഭവിച്ചു. അതിനാൽ തന്നെ നമുക്ക് ചിത്രങ്ങൾ സഭയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. കാരണം നമ്മളെല്ലാം വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് മനുഷ്യാവതാരം നമ്മുടെ കർത്താവിൻ്റെ. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ സഭയിൽ ഉപയോഗിക്കാം എന്ന് 787 സഭയുടെ 2ാം നിഖ്യ സൂനകദോസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. തിരുമേനി, ഐക്കൺ ചിത്രകല തിരുമേനി തിരഞ്ഞെടുക്കുവാനുണ്ടായ ഒരു കാരണം ഒന്ന് വ്യക്തമാക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ കുട്ടിക്കാലത്ത് മുതലേ എനിക്ക് കലയോടും വരയ്ക്കുന്ന കാര്യത്തിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ സെമിനാരിയിലായിരുന്നപ്പോൾ എനിക്ക് നല്ല പ്രോത്സാഹനം അക്കാര്യത്തിൽ കിട്ടി. പിന്നീട് ഞാൻ വൈദികൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിൽ കൂടുതൽ പ്രാവീണ്യം നേടണമെന്ന് താല്പര്യമുണ്ടായി. അങ്ങനെ എൻ്റെ ബിഷപ്പ് കുറിയാക്കോസ് കുന്നശ്ശേരി പിതാവ് എന്നെ ഉപരിപഠനത്തിനായിട്ട് വിടുവാനായിട്ട് താല്പര്യമെടുത്തു. എനിക്കതിനു വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തത് കോട്ടയത്തെ സിറിയയിലെ ഫാദർ ജേക്കബാണ്. അദ്ദേഹം എന്നെ ലെബാനനിലേക്ക് വിടുവാനായിട്ട് താല്പര്യമെടുത്തു, ഐക്കണോഗ്രഫി പഠിക്കുവാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ലെബാനനിൽ പോയത്. അവിടെ സിറിയൻ കാത്തലിക് ചർച്ചിൻ്റെ സെമിനാരിയിൽ എനിക്ക് താമസിക്കുന്നതിനും മാറോനൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നതിനുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. അങ്ങനെ ഒരു 4 വർഷത്തോളം ഞാനവിടെ പഠിച്ചു. കൂടുതലും ഞാൻ പ്രായോഗികമായിട്ടുള്ള ഐക്കൺ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു വന്നപ്പോൾ പള്ളികളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ എനിക്ക് വരയ്ക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം, കൃപയും കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ ചിത്രങ്ങൾ ഞാൻ കൂടുതലും വരച്ചിട്ടുള്ളത് ലെബാനനിലെ എൻ്റെ ഐക്കൺ പഠനത്തിന് ശേഷമാണ്. കേരളത്തിലെ പല ദേവാലയങ്ങളിലും സെമിനാരികളിലും മറ്റു പല സ്ഥാപനങ്ങളിലും എൻ്റെ ചിത്രങ്ങൾ ഉണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മ്യൂസിയത്തിൽ എൻ്റെ ചിത്രങ്ങളുണ്ട്. മൂവാറ്റുപുഴ കത്തീഡ്രലിൽ എൻ്റെ ചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ പൗരസ്ത്യ വിദ്യാപീഠം വടവാതൂർ സെമിനാരിയിൽ എൻ്റെ ചിത്രങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പട്ടം ബിഷപ്സ് ഹൗസിൽ എൻ്റെ ചിത്രങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കടുവാക്കുളം പള്ളിയിൽ എൻ്റെ ചിത്രങ്ങളുണ്ട്. തിരുവല്ല കത്തീഡ്രലിൽ എൻ്റെ ചിത്രങ്ങളുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. തിരുമേനി വരച്ച ഐക്കൺ ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ടതും തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഏതാണെന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് പരിശുദ്ധ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം. ഒരുപക്ഷെ അതായിരിക്കണം എനിക്ക് ഏറ്റവും എൻ്റെ ചിത്രങ്ങളിൽ ഇഷ്ടപ്പെട്ട ചിത്രം. കാരണം സുറിയാനി പാരമ്പര്യത്തിൽ ആദിമകാലം മുതലേ പരിശുദ്ധ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചിത്രങ്ങളാണ് പിന്നീട് പല സഭകളിലേക്കും സുറിയാനി പാരമ്പര്യത്തിൽ നിന്നും പോയിട്ടുള്ളത്. നമ്മളുടെ കേരളത്തിലാണെങ്കിൽ തന്നെയും 16-ാം നൂറ്റാണ്ടിന് ശേഷം മിഷണറിമാർ പാശ്ചാത്യ സഭയിൽ നിന്നും ആ ചിത്രം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചിത്രം സുറിയാനി പാരമ്പര്യത്തിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ വരയ്ക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചിത്രത്തോടാണ് വളരെ താല്പര്യം. തിരുമേനി, ഐക്കൺ ചിത്രകലയും സാധാരണ ചിത്രകലയും തമ്മിലുള്ള ഒരു വ്യത്യാസം തിരുമേനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് പറയും? തീർച്ചയായിട്ടും. ഐക്കൻ്റെ ആരംഭം തന്നെ റോമൻ സാമ്രാജ്യത്തിലെ ഗ്രീക്കോ റോമൻ ആർട്ട് ട്രഡീഷൻ, അത് റിയലിസമാണ്. അതിനോടുള്ളൊരു കലഹമായിരുന്നു. ശരിക്കും
ക്രിസ്തീയ സഭയിലെ ഈ ഐക്കൺ ഉത്ഭവിക്കുവാനുള്ള കാരണം. അപ്പോൾ തന്നെ റിയലിസം അതിലുണ്ടെങ്കിൽ തന്നെയും അത് റിയലിസത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതല്ല ഐക്കണുകൾ. അപ്പോൾ തന്നെ ഐക്കണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് 2 ഡൈമെൻഷനലാണ്. 3 ഡൈമെൻഷനലായിട്ടുള്ള ഒരു ഇല്യൂഷനാണ് എപ്പോഴും ഐക്കൺ മറ്റ് റിയലിസ്റ്റിക് പിക്ചേഴ്സ് കാണിക്കുന്നത്. എന്നാൽ ഐക്കണുകൾ 2 ഡൈമെൻഷനലാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യത്യാസമെന്ന് പറയുന്നത് ഈ റിയലിസ്റ്റിക് പടങ്ങളിൽ അതിൻ്റെ പ്രകാശം, അതിൻ്റെ ഉത്ഭവം വെളിയിൽ നിന്നും വരുന്ന ഒരു പ്രകാശമാണ്. അത് ഏതെങ്കിലും ആംഗിളിൽ നിന്നും കോർണറിൽ നിന്നും ഈ പ്രകാശം ഒബ്ജക്റ്റിലേക്ക്, ഒരാളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് ഒരാളിലേക്കോ അത് അടിക്കുന്നു. അപ്പോഴാണ് അവിടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉണ്ടാകുന്നത് റിയലിസ്റ്റിക് പിക്ചേഴ്സിൽ. എന്നാൽ ഐക്കണുകളിൽ അങ്ങനെയല്ല. ഐക്കണുകളിലെ പ്രകാശം എന്ന് പറയുന്നത് ഉള്ളിലെ പ്രകാശമാണ്, അത് ദൈവീകതയാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആണെങ്കിലും മാതാവിൻ്റെയോ വിശുദ്ധരുടെയോ ഒക്കെ ആണെങ്കിലും ഐക്കണുകളിൽ ഉള്ളിൽ നിന്നും പ്രകാശം വെളിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഒരിക്കലും അവിടെ ഷെയ്ഡുകളില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഐക്കണുകളിലെ ലൈനുകൾക്ക്, വരകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് വളരെ ദൃഢമായ, സ്ട്രോങ് ആയ വരകൾ നമ്മൾ ഐക്കണുകളിൽ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഐക്കണുകളിൽ എപ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗോൾഡൻ കളറായിരിക്കും. അത് സ്വർഗീയമായിട്ടുള്ള ആ വലിയ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സ്വർണ്ണ നിറമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഐക്കണിൽ നമ്മൾ സ്വർണ്ണ നിറം കാണുന്നത്. ഐക്കണുകൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വ്യക്തികളുടെ ചിത്രങ്ങളല്ല, മറിച്ച് സ്വർഗീയമായ മറുലോകത്തിലെ മഹത്വത്തിൽ ആയിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെയും വിശുദ്ധരുടെയും ചിത്രങ്ങളാണ്. അതിനാൽ തന്നെ നമ്മൾ ഈ ലോകത്തിൽ മറുലോകത്തിലെ വ്യക്തികളുടെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുകയില്ല. അത് റിയലിസ്റ്റിക് ചിത്രങ്ങളിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. സ്വർഗീയം ആയ ലോകം എന്ന് പറയുന്നത് പൂർണ്ണതയുടെ ലോകമാണ്. അപ്പോൾ ഒരു വലിയ റിതം ഈ ഐക്കൺ ചിത്രങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഐക്കണിലെ ഫിഗറുകളുടെ, വസ്ത്രങ്ങളുടെ വരകളും ഒക്കെയും ഒരു താളത്തിൽ, ഒരു റിതത്തിലാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. അത് ഐക്കണിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഒരു താളം എപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഐക്കണിൽ എപ്പോഴും ഒരു ഹാലോ ഉണ്ടായിരിക്കും, ഒരു പ്രഭാവലയം എപ്പോഴും തലയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ മുഖത്തിന് ചുറ്റും ഉണ്ടായിരിക്കും ഒരു വ്യക്തിയുടെ. കാരണം ആ വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രകാശം, ഐക്കണിലെ വ്യക്തികളുടെ ഉള്ളിൽ നിന്നും വരുന്ന ഈ പ്രകാശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ വിശുദ്ധിയാണ്. അപ്പോൾ ഈ ഉള്ളിലെ വിശുദ്ധിയെ പ്രകാശനം ചെയ്യുകയാണ് സത്യത്തിൽ ഐക്കൺ എന്ന് പറയുന്ന ഈ കലാസങ്കേതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഐക്കണെ ആ ഒരു ആംഗിളിൽ കൂടി വേണം നമ്മൾ കാണുവാനായിട്ട്. ഐക്കൺ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഐക്കൺ ചിത്രം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട സത്യം, ആ ചിത്രത്തിൽ ആരെപ്പറ്റി ആലേഖനം ചെയ്തിരിക്കുന്നുവോ ആ വ്യക്തിയുമായി നമ്മൾ ഒരു വലിയ കമ്മ്യൂണിക്കേഷനിലാണ്, നമ്മളൊരു വലിയ ബന്ധത്തിൽ ആകുകയാണ്. അതുകൊണ്ടാണ് ഐക്കണെ ദ വിൻഡോ ഓഫ് ഇറ്റേണിറ്റി എന്ന് പറയുന്നത്. ഐക്കണിലൂടെ നമ്മൾ സനാതന ലോകത്തിലായിരിക്കുന്ന ആ വിശുദ്ധ വ്യക്തിയെ നമ്മുടെ കർത്താവാണെങ്കിൽ ആരാധിക്കുന്നു, വിശുദ്ധരാണെങ്കിൽ
ആ വിശുദ്ധന് എല്ലാ ബഹുമാനവും നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മളുടെ ആരാധനയ്ക്കും നമ്മളെ സഹായിക്കുവാനായിട്ട് ഐക്കണുകൾ ഇപ്പോഴും സഭയുടെ പാരമ്പര്യത്തിൽ ഉണ്ട്. ഞാൻ ഐക്കൺ വരയ്ക്കുമ്പോൾ എൻ്റെ ഐക്കൺ പലപ്പോഴും പല സൈസിലുള്ള ഐക്കണുകൾ, ചിലപ്പോൾ വലിയ ഐക്കണുകളുണ്ട്, ചെറിയ ഐക്കണുകളുണ്ട്. എങ്കിലും ഒരു മീഡിയം ടൈപ്പുള്ള ഒരു ഐക്കണൊക്കെ വരയ്ക്കണമെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും ഫുൾ ടൈം വേണ്ടി വരും. കാരണം പല പല കോട്ടിങ്ങുകൾ അതിന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുങ്ങി വേണം. ഇതൊരു വിശുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഒരു ഒരുക്കത്തോടു കൂടി വേണം ഒരു ഐക്കൺ വരയ്ക്കുവാനായിട്ട്. എങ്കിലേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഐക്കൺ വരയ്ക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കൃപ അവിടെ നമുക്ക് ലഭിക്കും. അതിലൂടെ ഐക്കൺ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കൊക്കെയും കൂടുതൽ അനുഗ്രഹപ്രദമായിട്ട് ഈ ഐക്കൺ തീരുകയും ചെയ്യും. സമയം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു 2 ആഴ്ച, ഒരു മീഡിയം ടൈപ്പ് ഐക്കണ് ഒരു 2 ആഴ്ച എടുക്കും. കേരള കത്തോലിക്ക സഭയിലെ പിതാവ് ഐക്കൺ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പരിപോഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് പിതാക്കന്മാർക്കിടയിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനവും എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും നമ്മുടെ കേരള സഭയിലെ ഐക്കൺ പ്രചാരത്തിൽ വന്നിട്ട് അധിക നാളുകളായിട്ടില്ല. പല രൂപതകളിലും ഇതിന് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. പല വൈദികരും അതുപോലെയുള്ള സന്യാസികളുമൊക്കെ ഇതിന് താല്പര്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പല പള്ളികളിലും ഇപ്പോൾ ഐക്കൺ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം. അത് വളരെ നല്ല സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പല മെത്രാന്മാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്കൺ ചിത്രങ്ങൾ പലപ്പോഴും നമ്മളുടെ സാധാരണ കലാകാരന്മാരാണിത് വരയ്ക്കുന്നത്. പക്ഷേ അതിലുപരിയായിട്ട് ഐക്കൺ ചിത്രങ്ങൾ വരച്ച് പഠിച്ച, അതിന് പരിശീലനം ലഭിച്ച ഐക്കണോഗ്രാഫർമാർ തന്നെ വരയ്ക്കുമ്പോഴാണ് അതിന് കൂടുതൽ പൂർണ്ണത ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിലും ഈ ഒരു ഐക്കൺ ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മളുടെ സഭ, കേരള സഭ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ, സഭയുടെ ഒതൻറ്റിക്കായിട്ടുള്ള പാരമ്പര്യത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളുടെ ആരാധനയെ അത് പരിപുഷ്ടിപ്പെടുത്തും. തീർച്ചയായിട്ടും വത്തിക്കാൻ കൗൺസിലൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള സഭകളെല്ലാം ഈ ഐക്കൺ ഉപയോഗിക്കണമെന്ന് തന്നെയാണ്. ഐക്കൺ ചിത്രങ്ങളുടെ ജീവാത്മാവിനായി ഉയർന്ന ചിന്തകളിൽ ധ്യാനിക്കുകയാണ് അപ്രേം തിരുമേനി. ചിത്രങ്ങളിൽ ഈശോയും മാതാവും ശിഷ്യന്മാരുമെല്ലാം തെളിയുമ്പോൾ അത് വിശ്വാസി സമൂഹത്തിനും അനുഗ്രഹപ്രദമാവുകയാണ്. ക്യാമറമാൻ ആഷിഖിനുമൊപ്പം റിജു സേവ്യർ, ഷെക്യാന ന്യൂസ്, കോട്ടയം.